ഏതാണ്ട് ഇരിക്കുന്നു. മിനറൽ വാട്ടർ വേണ്ടവർക്ക് അവിടെ എല്ലാം വെച്ചില്ലയോ? അപ്പൊ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് 4ാമത്തെ നോമ്പല്ലേ അണ്ണേ? 4ാമത്തെ നോമ്പാണ് അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചാണ് കേട്ടോ ഒരു കൊച്ചു നോമ്പ് തറ. നമ്മുടെ ഫാമിലിയിലെ അത്യാവശ്യം നമ്മള് എന്താ പറയുന്നേ, ഒത്തിരി ആൾക്കാരെന്ന് വിളിച്ചില്ല, കുറച്ച് അടുപ്പമായിട്ടിരിക്കുന്ന കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ദൂരെയും ഒക്കെ ആയതുകൊണ്ട് അസൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, വേറെ ഒരുപാട് പേര് വിളിച്ചു. അവരൊക്കെ സാഹചര്യം ദൂരം ആയതുകൊണ്ട് ഇങ്ങോട്ടും തിരിച്ച് രാത്രിയല്ലേ ആവുമല്ലോ. അതെ, കാരണം ബുദ്ധിമുട്ട് കൊണ്ട് ചിലവര് പറഞ്ഞു ചിലപ്പോഴേ വരാൻ പറ്റും. അങ്ങനെ കുറച്ച് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ റമദാൻ മാസമാണ്. അപ്പം ഒരു സന്തോഷം വീട്ടിൽ വെച്ച് എല്ലാവരുമായിട്ട് ഒരു ഇഫ്താർ, പിന്നെ ഉസ്താദിനെ കൊണ്ടൊന്ന് യാസീനെ വെച്ച് ദുആക്കാരെന്ന് നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം. 5ാം നോമ്പിനാണ് ഇത് ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ ബുധനാഴ്ച നോമ്പ് തുടങ്ങുമായിരുന്നെങ്കിൽ 5 ആയാനെ. 5ാം നോമ്പിനാണ് പള്ളിയില് കഞ്ഞിയും നമ്മുടെ വകയാണ് പള്ളിയില് കഞ്ഞിയും നോമ്പ് തുറയും ഇഫ്താറും. പക്ഷെ അത് നാളെ ആയിപ്പോയി. അപ്പൊ നോമ്പ് പെറ കണ്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പിന്നെ നമ്മള് സൺഡേ വേണമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ മാമയുടെ മക്കൾക്കൊക്കെ ജോലിയൊക്കെ ഉള്ളത്, അപ്പൊ വരാനുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച വെച്ചത്. വീട്ടിൽ ഇഫ്താർ ഞായറാഴ്ചയാക്കി, പള്ളിയിലെ കഞ്ഞി തിങ്കളാഴ്ചയായി. ചിലപ്പോ അതും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മള് നോക്കട്ടെ ഇൻഷാല്ലാ. പിന്നെ നോമ്പിന്റെ ഒരു ക്ഷീണമുണ്ട്. കാരണം പിന്നെ വീട്ടില് ഇപ്പൊ ഞങ്ങള് തൂക്കലും തുടക്കലും മടിക്കിപ്പറക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന്റെ ഒരു അല്ലെങ്കിൽ ഞാൻ വെളുപ്പിനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ടൗണിൽ പോയി നിൽക്കുവാണ്. 1-2 ഇത്തിരി സാധനം കൂടെ മേടിക്കാനുണ്ട്. പിന്നെ എൻ്റെ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട്, അതും എടുക്കാറുണ്ടല്ലേ. അപ്പൊ അതേ ഉള്ളൂ. അപ്പൊ മുത്തുമണീസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അപ്പൊ നമുക്ക് ഇറങ്ങാമേ. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വാ. കുറച്ച് പിന്നെ എത്ര കഴുകിയാലും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴേ വണ്ടിയുടെ വീലിനകത്തൊന്ന് ചെടി പറ്റും. എന്നാലും വൃത്തിയായിട്ട് കിടക്കണമല്ലോ. ഞങ്ങളിപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇറങ്ങാം. നല്ല ഭയങ്കര മഴയായിരുന്നു ഫ്രണ്ട്സ്. ആ മഴയത്ത് കണ്ട നമ്മുടെ മെറ്റിലെല്ലാം ഒലിച്ചു പോയി. പകുതി ഓടിടണം ഇൻഷാല്ലാ. കേറടാ മോനൂട്ടാ, നമുക്ക് പോവാം. എൻ്റെ സാധനം ഇത് തന്നെയാണോ? അത് എൻ്റെ ഓൺലൈൻ സാധനം. നമുക്ക് പൊട്ടിച്ചു നോക്കാം. മൊത്തമണി ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കുന്നില്ലയോ? ഈ ചായപാത്രം അവിടെ കൊണ്ടുപോയി കഴുകി അപ്പുറത്ത് കൂടെ എടുക്കാം പൊടി. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. പണ്ട് എന്നെ കൈ പിടിച്ച് അടിച്ചപ്പോ കിടുക്കോന്ന് ശബ്ദം കേട്ട്, അപ്പൊ അത്ത തലയിലടിച്ചപ്പോ പടക്കോന്ന് ശബ്ദം കേട്ടു. കഥ പറ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അണ്ണേ എന്റെ ഇതിങ്ങ് എടുത്തോണ്ടോ? മോനൂട്ടി എടുക്കണ്ട, അത് പൊട്ടിപ്പോവും. അത്ത എടുക്കും. അതെ മുത്തണീസ്. അപ്പൊ അമ്മ ഒരു ഗ്ലാസ് ജാർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. തെർമോക്കോൾ അത്ത സൂക്ഷിച്ചെടുത്തോളൂ. ഇതാ അത് ഇവിടെ ആക്കി ഞാൻ തൂത്ത സ്ഥലമായി. എനിക്ക് വയ്യേ. ഞാൻ ഈ സംഭവമാണ് ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ചത്. അറിയത്തില്ല, സക്സസ്. അപ്പൊ അതാണ് ജ്യൂസ് കഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ആർക്കെല്ലാം വേണേ മേടിക്കാം കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ്. വാട്ടർ മിലൻ, പഴം, പൈനാപ്പിള്, പിന്നെ അവിടെയും ഉണ്ട് കുറെ ആപ്പിള് സാധനങ്ങളൊക്കെ. അതെ, മോനൂട്ട ഇത് ഞോണ്ടി ഓക്കെ. ഫ്രണ്ട്സ്, അത്തമ്മയും അപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അവര് നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് അവര് കയറി വരുന്നുണ്ട്. ഒന്നും എഴുതി വെക്കണ്ട. വാഴയൊക്കെ കിളിച്ച് കണ്ടോ? പക്ഷെ ചാമ്പ ഇന്നാൾക്ക്
തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് നട്ടയാ, പക്ഷെ അത് ഉണങ്ങിപ്പോയി. ഇതാണ്ട നടുക്ക്. അതിനി ആ കുഴി തന്നെ ഒരെണ്ണം മേടിച്ച് നടണം. ബാക്കി എല്ലാ സാധനവും ആ, പക്ഷെ ബാക്കി എല്ലാം വെച്ചത് കിളിച്ച്. നീ ഒന്നും എഴുതണ്ട, അത് അവിടെ വെച്ചേരെ. അല്ലെ ഇനി അതിന്റെ അകത്ത് തെർമോകോൾ അവിടെ എല്ലാം ആവും. ആ നമ്മുടെ മുക്കിന്ന് 2 ടേബിളും ഒരു 10 കസേരയും കൂടി വാടകയ്ക്ക് എടുത്തു കേട്ടോ. കുഴപ്പമില്ല മോനെ, അങ്ങോട്ടും കൂടി ടേബിൾ വലിക്കുമ്പോൾ ഒരേതിരിക്കാൻ വേണ്ടിയേ ടിഷ്യൂ വെക്കാൻ പറഞ്ഞേ. ആ മതി മതി, ഓക്കെ. ആ ആ അത് എതോടെ അടുക്കളയിലോ? അടുക്കളയിലാണോ? നീ വെക്കണ്ട. ആ വെക്കാം ശരി, അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആ സമയം എടുത്തിടാം, അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ അലങ്കോലം ആയിപ്പോവും. ആരോട് പറയാനാ, മോനോട്ടനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഴുത്തയാണോ എന്നാ ഫ്രിഡ്ജിൽ വെക്കാൻ പാ. ഫ്രിഡ്ജിൽ സ്ഥലമില്ല. ഓരോ പാത്രത്തിൽ ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ വലുതൊരെണ്ണം ഫ്രിഡ്ജിലും ഉണ്ട്. എല്ലാരും ഉറക്കത്തിലാണ് ഫ്രണ്ട്സ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പം 4:45. നമുക്ക് ഫ്രിഡ്ജിലോട്ട് വേണേ കയറ്റാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രിഡ്ജ് ഇപ്പം നിറഞ്ഞു, ഫ്രിഡ്ജ് ഒരുപാട് സാധനം. അതെ, അതുകൊണ്ട് ഞാനും പറഞ്ഞേ വാ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ അത് ചായ ഇട്ട് വെക്കണം, വിത്തൗട്ട് അല്ലാത്ത ചായ. പിന്നെ വെള്ളം കിളക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ബാ കട്ട് ചെയ്ത് വെക്കാം, ജോലി കുറേശ്ശെ ഒതുക്കാം എന്ന് പറഞ്ഞു. വേസ്റ്റ് കൂടി ഉണ്ടല്ലോ മാ. ആ ടർക്കിയോട് എടുത്തോണ്ട് പോയി അങ്ങോട്ട് തട്ടിയാ മതി. ഒരുപാട് കട്ട് ചെയ്ത് വെച്ചില്ല കേട്ടോ, കാരണം അണ്ണൻ്റെ അമ്മ പറഞ്ഞു ഒത്തിരി കട്ട് ചെയ്യേണ്ട, എല്ലാം നോമ്പ് തുറക്കുമ്പോൾ ഇച്ചിരിച്ചേ എല്ലാവരും കഴിക്കുമെന്ന്. അങ്ങനെ കുറേച്ചേ കട്ട് ചെയ്ത് വെച്ചു. ടാങ്ക് കലക്കി വെക്കാൻ മുത്തുമണീസ്. ചായ ഇപ്പോഴേ ഇട്ട് വെച്ചാൽ ചായ ആറിപ്പോകുമെന്ന് അണ്ണം പറയാം. അപ്പം ഞാൻ പിന്നെയും ചൂടാക്കേണ്ടി വരും, അതുകൊണ്ട് ചായ ഇപ്പോൾ ഇടുന്നില്ല. ടാങ്ക് ആകുമ്പോൾ കലക്കി വെച്ചാൽ പഞ്ചസാര ഇട്ട് അങ്ങ് പിടിച്ചോളുമല്ലോ. പിന്നെ കുറച്ച് ഐസ് വെള്ളം അന്നേരം ഒഴിച്ചാൽ മതിയല്ലോ. അണ്ണ ഇപ്പോൾ ഒരു പൊടി ഇട്ടാൽ മതിയോ? ഞാൻ പഞ്ചസാരയും പൊടിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പൊടി, ഇനി ഐസ് വെള്ളവും സാധനം കൂട്ടിട്ട് മിക്സ് ചെയ്യാം, മതിയല്ലോ. പിന്നെ ഇത് മതിയായിരിക്കും. ഇനി അടുത്ത വേണേ കലക്കാം, വെച്ചേക്കാം. പഞ്ചസാര ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അണ്ണ പൊരിപ്പ് വാങ്ങാൻ പോയതാ. ആണോ? ബിരിയാണിയോ? ആ മാവും ബ്ലാവും എല്ലാം പുറകെ. മറ്റേ ചാമ്പ കരിഞ്ഞു പോയി മാമി, ചാമ്പ കരിഞ്ഞു പോയി. എനിക്കറിയത്തില്ല, എന്നും വെള്ളം ഒഴിയും, കരിഞ്ഞു പോയി. സുന്ദര. ആ ഞങ്ങൾ ഉഴുന്നുവടയും സമൂസയാ പറഞ്ഞ, മാറിപ്പോയ ഇനി. ആ കുഴപ്പമില്ല, എന്നാലും നല്ല മുരിഞ്ഞതാ, നല്ല. അവർക്ക് ഞങ്ങളുടെ വാഴയും ഇതൊക്കെ കാണുന്നുണ്ട്. ഇല്ലാണ്ടേ അണ്ണന് പിന്നെ അണ്ണൻ തന്നെ ഇതൊക്കെ നട്ടത് കൊണ്ട് ഭയങ്കര ഉത്സാഹം എല്ലാവരും കാണിക്കാൻ. കയറി ഇന്ന് കാലും അടിക്കൊണ്ടിരിക്കുക. കൊലയൊക്കെ വെട്ടാൻ മോനോട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ച് വൈകിട്ട് വരുമ്പോഴും ഞാൻ വാഴ നോക്കട്ടെ, പ്ലാവ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓടിയൊന്നും ഇവിടെ നിൽക്കും. എല്ലാം ആയില്ലയോ? ഇനി കഞ്ഞി.
ചോറ് മഗ്‌രിബ് കഴിഞ്ഞില്ലയോ? നമ്മൾ ഫ്രീ ആയി. ഇനി വരുന്നവരെ വരവേൽറ്റാ മതി. ചായ ഇടണോ എനിക്ക്? വാ. ഹായ് പറ, ഹായ് പറ. ഹായ്. കേറി വാ. മീന നിനക്ക് പിന്നെ നീളം വെച്ചോ. വാ. പെരിയമ്മ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട്. നോക്കട്ടെ. അപ്പൊ നമ്മുടെ ബിരിയാണി വന്നു. മുത്തുമണി ജസ്റ്റ് നമുക്ക് തുറക്കാം. ചൂടാണോ? അടി ചൂടാണോ? ആ ചവിട്ടിയിലോട്ട് വെക്കുന്ന അത്ത ആ ചവിട്ടി ഇങ്ങോട്ട് എടുത്തിട്ടാ. ചൂടാ ചൂടാ. ചവിട്ടി അതിലോട്ട് വെച്ചോ. നല്ല മണം. സാലഡും അച്ചാറും പപ്പടവും എല്ലാരും കൊണ്ടുവന്ന് കവറുകള്. ഇനി ഫ്രൂട്ട്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുമോ? ആര് വന്നു ഇനി? അത്തമ്മ കേറി വാ. ഭയങ്കര ചൂട്. ഫാൻ ഇട്ടോട്. ഫാൻ ഇട്ടതാ. ചൂട് ചൂട് ചൂട്. നടന്നു വരാമോ? ഇവിടെ വരെയോ? സുൽവത്ത് മാമി. അത് നടന്നു വരാവുന്നല്ലേ ഉള്ളൂ. സാധാ വെള്ളം നമ്മുടെ ജഗ്ഗി വെച്ചിട്ടുണ്ടേ. അതുകൊണ്ട് ആ ജഗ്ഗി ഞാൻ ഇളം ചൂടുവെള്ളം. അയ്യോ ശരിയാ, മിനറൽ വാട്ടർ ഉണ്ട്. സോറി. ഞാൻ മിനറൽ വാട്ടറിന്റെ കാര്യം മറന്നുപോയി. എല്ലാരും അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നു. എടുത്തു വെച്ച് എന്നാ കഞ്ഞിയുടെ. എണ്ണം കൊടുക്കും. അധികം എണ്ണം കൊടുക്കത്തോളൂ. എനിക്കറിയത്തില്ല. അല്ല ഇവിടെ നമുക്ക് അവിടെയും നമുക്ക് اللهم اقض حاجاتنا يا قاصرك കൊടുക്കണേ യാ കാര്യല്ല. കയറി ഇരുന്ന് ആദ്യമേ പറയാതെ മുറിക്കല്ലേ. സമയം ഇപ്പൊ ആവും. പറയാം. ഏതാണ്ട് ഇരിക്കുന്നു. മിനറൽ വാട്ടർ വേണ്ടവർക്ക് അവിടെ എല്ലാം വെച്ചില്ലയോ? നോമ്പ് മുറിച്ചോ. കഞ്ഞോളോ? താങ്ക്സ്. നാളെ ഞങ്ങളുടെ കഞ്ഞിപ്പള്ളി. അത്തമ്മക്ക് ചായ വേണോ? കഞ്ഞി വേണോ? ഒന്നും വേണ്ടായോ? ഇതൊക്കെ തിന്നു. ചായ വേണോ? മധുരം ഇട്ടില്ല. അതുകൊണ്ടത്തെ സാലഡും അച്ചാറും. ഞാണ്ടേ ഇത് പപ്പടം. പപ്പടം ശരി തിന്നു. അച്ചാർ വേണോ?
ഓർഡർ ചെയ്ത് ചുരിദാർ എന്നെ കൊണ്ട് ചുരിദാർ ഓർഡർ ചെയ്യിപ്പിക്കാനാ വന്നത്, നോമ്പ് മുറിക്കാൻ വന്നതല്ല. പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടെ. ഓ എന്തുവാ നിന്റെ വീഡിയോ യൂട്യൂബിൽ ഇടുവല്ലോ. ആ കൂട്ടുകാർ കാണട്ടെ. നിങ്ങൾ ബിരിയാണി വേണ്ടായോ? ബിരിയാണി വേണ്ടായോ? വേണ്ട, എന്റെ മോനോട്ട് ഓടുന്നു കഷ്ട. എന്റെ കുഞ്ഞിനോട് ആരും പറഞ്ഞില്ല. അത്ത നിന്നെ ഇടിക്കും ഇവിടെ നിന്ന് കഴിച്ച. അന്നാ കിടന്നോ, അവിടെ സ്ഥലമില്ല, എല്ലാരും വരുമ്പോ വരാം. അത്ത ഇത് അത്തമ്മായി കൊടുത്തല്ലേ. അത്തമ്മയുടെ കൊടു. അത് ഇച്ചിരി ബേക്കറി സാധനം. പിന്നല്ല ഞാൻ കൊടുത്ത എന്റെ അത്തമ്മ ബേക്കറി തിന്നത്. പിന്നല്ല. ടാറ്റാ. ആ അപ്പൊ ഇതാണ്ട് നമ്മുടെ ചോറൊക്കെ തീർന്ന മുത്തുമണി. ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചാച്ചി പ്രഗ്നന്റ് അല്ലേ, ചാച്ചിക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ ഇതാണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ശിന്തിരിപ്പട്ടി. ഡീ ബാ ബാ ബാ. ഇന്ന് നിനിച്ച് തോളാട്ടോ. നിനിച്ചിന്ന് തോളാ. നിനിച്ചിന്ന് ഇറച്ചിയുണ്ട്, ചിക്കൻ ഉണ്ട്, മാറ്റനെല്ലാം ഉണ്ട്. അമ്മായി തൊടല്ല, അങ്ങോട്ട് നീങ്ങില്ല. ചോറെടുത്തോണ്ട് വരാം. അങ്ങ് പുറകി പോയി നില്ലോ കേട്ടോ. പുറകി പോയി നിക്കണേ. ടാറ്റാ. നാളെ പഠിത്തം ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട്. അതെന്താ? ഓ അപ്പൊ അസ്സലാമലൈക്കും ആയിരമ്മ. ഞങ്ങൾ വരാം, നോമ്പ് കാണാൻ വരാം. ഞങ്ങൾ ഞായറാഴ്ച വരും. ഓക്കെ ടാറ്റാ. അങ്ങനെ മുത്തുമണി അൽഹംദുലില്ലാ എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും റമദാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു ഇല്ലേ അണ്ണേ? എല്ലാരും ഒത്തുകൂടി കുറേ നേരം. എനിക്ക് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഒരുപാട് നേരം സിറ്റ് ഔട്ടിലും മേളിലും അപ്പുറത്തെ റൂമിലും എല്ലാം കുറേ നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് രസമായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് ഒത്തുകൊണ്ട്. കാരണം എല്ലാവരും ജോലിയും സ്ഥലവും തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഇപ്പം ആദ്യഘട്ടങ്ങളങ്ങനെ അവരെല്ലാം അത്രയും ദൂരം, ഞങ്ങളുടെ അക്കായാലും പിന്നെ വാവി മുബിയൊക്കെ ആയാലും ഇവരൊക്കെ വണ്ടിയൊക്കെ വിളിച്ച് ഇവിടം വരെ ഇത്രയും ദൂരമൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളെ കൂടെ നേരം ഇരിക്കാൻ വേണ്ടി സന്തോഷമാണല്ലോ. എന്തായാലും അൽഹംദുലില്ലാ സാധിച്ചു. നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു നോമ്പ് തറ. ഇനി നാളെ അത് ഷോർട്ടായിട്ട് എടുക്കാം. നാളെ നമ്മുടെ വകയാണ്, നമ്മുടെ കാറപ്പള്ളിയിൽ നോമ്പ് തുറയും പള്ളിക്കഞ്ഞിയും. അത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം എന്തായാലും എല്ലാം അൽഹംദുലില്ലാ സന്തോഷമായിട്ട് കഴിഞ്ഞു. അത്തായി അമ്മായി ആബിദും ഉണ്ട്. ഇനി വീട് മൊത്തം ഫുൾ തൂത്ത് തുടക്കണം, അലങ്കോലമായിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് അടുത്ത കാണാം കേട്ടോ. ആണ്ടേ ആബിദുണ്ട് ജോലി ചെയ്യാൻ. അപ്പം ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തൂത്ത് തുടക്കണം. എല്ലാവരും ഉള്ളപ്പോൾ പെട്ടെന്നങ്ങ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എല്ലാം കുളമായിട്ട് കിടക്കുക. അത്താഴിയൊക്കെ ഉള്ളപ്പോൾ ചെയ്താലങ്ങ് നടക്കും. അപ്പം മുത്തുമണി സ്റ്റാറ്റാ. ഒന്നുമില്ല. ആ അതാ പഴമൊക്കെ ഇരിഞ്ഞിട്ട് ഇന്നെന്ന് പറഞ്ഞ് ഇന്നലെ മഴ പെയ്തോണ്ട് ഭയങ്കര ഈയല് ഉണ്ട്. ഈയല് പഴത്തില്ല, അത് ഈ ചാട്. അപ്പൊ വാ ക്ലീൻ ചെയ്യാം നമുക്ക്. ഡാഡി മൊത്തം പഴം തിന്നാലും എന്ത് തിന്നാലും ഞാൻ എടുത്ത് വീഡിയോ എടുക്കും. മാറ് 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 മാറ്.